കുക്ക് വിത്ത് ആശാ നായരിലൂടെ ഇന്ന് ഒരു അടിപൊളി ഹെൽത്തി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് 4 മണിക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ 4 മണിക്ക് ഒരു ഷേക്ക് ഉണ്ടാക്കി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് രാത്രി ഒരുപാട് കഴിക്കാനൊന്നും ആഗ്രഹമില്ലെങ്കിലും നമുക്കൊരു ഹെൽത്തി റെസിപ്പിയാണ്. എല്ലാവരുടെ വീട്ടിലും കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം ആദ്യം നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബനാന ഡേറ്റ്സ് ബദാം കൂട്ട്. അപ്പൊ ബനാന നമ്മളെ ഏത് ബനാന വീട്ടിൽ അവൈലബിൾ ആണോ ആ ബനാന, ഞാൻ ഇന്നിവിടെ ഏത്തമ്പഴമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കുഞ്ഞ് ബനാനയാണെങ്കിൽ ആ കുഞ്ഞ് നമ്മളെ നാട്ടിൽ കിട്ടുന്ന ആ ബനാന കൊച്ചുപഴം, അതല്ലെങ്കിൽ പിന്നെ നമ്മളെ പച്ചപ്പഴം ഉണ്ടെങ്കിലും അത് ഒരുപാട് പൊട്ടാഷ്യം ഒക്കെ ഉള്ളതാണ്. പക്ഷെ നമ്മളെ ഏത്തമ്പഴത്തിന് പിന്നെ എല്ലാം അടങ്ങിയിട്ടുള്ളതല്ലേ, അപ്പൊ പിന്നെ നമുക്ക് അതുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. അപ്പൊ നമ്മള് ബനാന ഷേക്ക് നമുക്ക് ചെയ്യാം. സിമ്പിൾ, ഈസി, പെട്ടെന്ന് ഒരു 5 മിനിറ്റ് മതി. ഞാൻ സാധനങ്ങൾ എന്താ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തു വെച്ച സാധനങ്ങൾ ഇട്ടിട്ട് പറയാം. ഞാനാണെങ്കിൽ ഇവിടെ ഏത്തമ്പഴമാണ് എടുത്തിട്ടുള്ളത്. നമ്മളെ വീട്ടില് കുഞ്ഞു പഴമാണെങ്കിൽ നമുക്ക് അതും എടുക്കാം. ഇത് ഏത്തമ്പഴം ആവുമ്പോഴത്തേക്ക് ഞാൻ 2 ഏത്തമ്പഴം ഇവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഏത്തമ്പഴം വേണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് വേണമെങ്കിൽ ചെറുതായിട്ട് കുക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം. അതല്ല നോർമൽ ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ അതിലാണെങ്കിൽ ഞാൻ നട്ട്സ് ആയിട്ട് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബദാം ചുമ്മാ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സോക്ക് ചെയ്തതല്ല. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചെറുതായിട്ട് ഇങ്ങനെ തരിതരിപ്പ് നമുക്കിങ്ങനെ ഇടയ്ക്ക് കുടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഒരു 15 ബദാം എടുത്ത് ഞാൻ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഏത്തമ്പഴമായി ബദാമായി. സ്വീറ്റ്നറിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ നമ്മളെ സീഡ്സ് കളഞ്ഞിട്ട് ഡേറ്റ്സ് വെച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മൾ സ്വീറ്റ്നർസ് വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. പിള്ളേർക്ക് എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് തേന് മിക്സ് ചെയ്യാം. അതും അതിൽ മിക്സ് ചെയ്തു. പിന്നെ രാവിലെ ആണെങ്കിൽ നമ്മൾ ചിൽഡ് പാല് തിളപ്പിച്ച് ആറി തണുത്ത പാല് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത പാല് യൂസ് ചെയ്യാം. ഇതിപ്പോ ഞാനൊരു 4 മണിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇച്ചിരി ചൂട് സമയമല്ല, അപ്പൊ കുട്ടികൾക്ക് ഇച്ചിരി ഐസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല തണുത്ത ഒരു കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട്. ബാക്കി പാല് നമുക്ക് പിന്നെ ഇതെല്ലാം ഒന്ന് മിക്സായി അരഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി പാല് ഞാനത് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളപ്പിച്ച് ആറി തണുത്ത പാല്, അതിപ്പം ഫ്രീസറിൽ വെച്ച പാല് വേണമെങ്കിൽ നമുക്ക് അത് അങ്ങനെ വേണമെങ്കിലും ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. നമ്മളിപ്പോ ഐസ് ഇടുന്നുണ്ടല്ലോ. അപ്പൊ നല്ലവണ്ണം ഒരുവിധം സ്മൂത്ത് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഞാനിവിടെ 1 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കി 1/2 കിലോ പാലിട്ട് ഞാനാണെങ്കിൽ ഒരു 4 ഗ്ലാസ് ഷേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് 2 ഏത്തമ്പഴവും ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞത്. ഇനി ഒരു 1/2 കിലോ പാല് ഞാൻ ഫ്രിഡ്ജില് ആറാൻ വെച്ചിട്ടുണ്ട്. ആ പാലും കൂടെ ഒഴിച്ച് നമുക്ക് ബ്ലെൻഡ് ചെയ്തിടും. നമ്മളത് ബാക്കി പാല് 1 കപ്പ് പാലിന്റെ ബാക്കി പാല് ഞാൻ മൊത്തം ഇതിൽ 1/2 kg ഞാൻ മൊത്തം പാല് ഒഴിച്ചിട്ടുണ്ട്. നല്ല ചിൽഡ് പാലാണ്. പക്ഷെ ഫ്രീസറിൽ വെച്ചതല്ല, ഞാൻ നോർമൽ ടൈമിന് ഐസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്ന. ഞാൻ ഒന്ന് മിക്സ് ചെയ്യാം. സ്മൂത്തി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് സെർവ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, നമ്മള് ബനാന ഞാൻ പറഞ്ഞല്ലോ ഡൈജസ്റ്റ് ആവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട്, മോർണിംഗോ ഈവനിങ്ങോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നമുക്ക് അതിനെ ഒന്ന് നമ്മൾ ഏത്തയ്ക്കൊക്കെ അവിച്ചെടുക്കുന്നത് പോലെ എടുക്കാം. മറ്റേ ബാക്കി നമ്മൾ ചെറിയ പഴമോ അല്ലെങ്കിൽ പച്ചപ്പഴമോ ഒക്കെ ആണെങ്കിൽ അതിലൊരു ബുദ്ധിമുട്ടും വരത്തില്ല. അത് നമ്മൾ അവിച്ചെടുക്കാം. അവിച്ചെടുത്തിട്ട് അതുപോലെ നമ്മളെ ക്യാരറ്റ് സ്മൂത്തിയിൽ ഓട്സ് യൂസ് ചെയ്തതുപോലെ നമുക്കാണെങ്കിൽ സോക്ക് ചെയ്ത ഓട്സ് യൂസ് ചെയ്ത അടിപൊളി ഫില്ലിംഗ് സ്മൂത്തി റെസിപ്പി ആയിരിക്കും. ഇപ്പൊ നമ്മളൊരു ഡേറ്റ്സും ബദാമും കൂടെ ഇട്ടിട്ട് നമ്മളൊരു സ്മൂത്തി ആണ് നമ്മളിപ്പം സിമ്പിൾ പിള്ളേർക്ക് 4 മണിക്ക് കൊടുക്കാൻ. അതിന് നമ്മൾ ഓട്സും നമ്മൾ ചെയ്താലാണെങ്കിൽ നല്ലൊരു ഫില്ലിംഗ്, ഓട്സും ബനാനയൊക്കെ നമ്മൾ കുക്ക് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ ഡൈജഷന് പ്രോബ്ലം ഉള്ളവര്, അതല്ലെങ്കിൽ നമ്മൾ പക്ഷെ ഓട്സ് യൂസ് ചെയ്യുമ്പോൾ ക്യുക്ക് ഓട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. അത് നമുക്ക് ജസ്റ്റ് പാലിലിട്ടിട്ട് ചെയ്യാം. പക്ഷെ റോൾഡ് ഓട്സ് ആണെങ്കിൽ ഒരു 1/2 hour മുമ്പേ നമ്മൾ അതിനെ കുതിർത്തി വെക്കണം. എത്ര തിക്ക് ആൻഡ് ക്രീമി നമ്മളെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. നമ്മള് ഒരു ഷുഗറോ ഒന്നും ഇട്ടിട്ടില്ല. ഇച്ചിരി സ്വീറ്റ്നർ വേണമെങ്കിൽ പിള്ളേർക്ക് നമുക്ക് എന്തെങ്കിലും നമ്മള് തേനോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിത് എത്ര പെട്ടെന്നാണ് നമ്മളിൽ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഒന്ന് വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അത്ര ഹെൽത്തിയാണ്, റിഫ്രഷിങ്ങുമാണ്.
പിന്നെ നമുക്കൊരു ടെൻഷനും വേണ്ടാക്കി അവര് ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ളൊരു, അപ്പം അത് അത്രയ്ക്ക് ഫില്ലിംഗ് റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊന്ന് ഓട്സ്, ഒന്ന് ക്യുക്കർ ഓട്സ് ആണെങ്കിൽ നമ്മൾ അതിൽ അപ്പോഴും തന്നെ ചൂട് പാലിലൊന്ന് ഇട്ടിട്ട് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളെ ക്യാരറ്റ് ഓട്സ് സ്മൂത്തി കണ്ട റെസിപ്പീസിലാണെങ്കിൽ ഞാനാണെങ്കിൽ അതിന്റെ റോൾഡ് ഓട്സ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ അതിൽ പറഞ്ഞു ചെയ്തിട്ടുണ്ട്. ഓവർനൈറ്റ് സോക്ക് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂർ മുമ്പ് സോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇതെല്ലാരും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നെ എല്ലാവരും എനിക്ക് ഫീഡ്ബാക്സ് പറയണം. പിന്നെ നമ്മളെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ മാക്സിമം അത് നമുക്ക് ഷെയർ ചെയ്യണം, കമന്റ്സ് ചെയ്യണം. നിങ്ങളെ ഷെയറും കമന്റ്സും ലൈക്സും ഒക്കെയാണ് എനിക്ക് ഒരു മോട്ടിവേഷനും. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നിങ്ങളെ കമന്റ്സ് ഒക്കെ കണ്ടിട്ടാണ് ബാക്കിയുള്ളവരും നമ്മളെ ചാനൽ കാണാനുള്ള ഒരു ഇൻസ്പിറേഷൻ അവർക്ക് കിട്ടുന്നത്. അപ്പം എല്ലാവരും നമ്മളെ കുക്കിംഗ് ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം കുക്ക് വിത്ത് ആശാനിൽ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് ഉടനെ കാണാം.